2023 പുറത്തിറങ്ങിയ ലാസ്റ്റ് ഓഫ് അസ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് വീഡിയോ ആണിത്. ആദ്യ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം രണ്ടാമത്തെ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഫംഗസ് പടരുന്നതിന് മുന്നേ ഉള്ള ലോകമാണ്. ഒരു മെഡിക്കൽ സയന്റിസ്റ്റ് ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പട്ടാളക്കാർ ഹോട്ടലിലേക്ക് കയറി വരികയും ശേഷം ആ സ്ത്രീയെ പറ്റി അന്വേഷിക്കുമ്പോൾ ഹോട്ടലുകാർ അവരെ കാണിച്ചു കൊടുക്കുകയും അതോടെ അവരുടെ അടുത്തേക്ക് വന്ന് സ്ത്രീയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ശേഷം ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് സ്ത്രീ ചോദിക്കുകയും അതോടെ പട്ടാളക്കാർ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല മാം, ഞങ്ങൾ നിങ്ങളെ ഭക്ഷണം കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടിച്ചെങ്കിൽ സോറി എന്ന് പട്ടാളക്കാർ പറയുകയും ശേഷം നിങ്ങളല്ലേ മൈക്കോളജി പ്രൊഫസർ രത്ന എന്ന് അവർ ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുകയും അതോടെ ഹോസ്പിറ്റലിൽ എത്തുകയും അവരെ രഹസ്യ ലാബിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. ശേഷം പട്ടാളക്കാർ ഞങ്ങൾ തയ്യാറാക്കിയ ഒരു ഫംഗസിന്റെ സാമ്പിൾ ഉണ്ട്, അത് നിങ്ങളൊന്ന് പരിശോധിക്കുമോ എന്ന് രത്നയോട് ചോദിക്കുമ്പോൾ അവരതിന് സമ്മതിക്കുകയും അവരത് പരിശോധിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ശേഷം രത്ന അത് പരിശോധിച്ചു കഴിയുകയും ഇത് ഒഫിയോക്കോ ഡിസെപ്സ് അല്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ പട്ടാളക്കാർ അതേ എന്ന് പറയുകയും ശേഷം ഇത് മനുഷ്യ ശരീരത്തിൽ നിന്ന് എടുത്ത ഒരു സാമ്പിൾ ആണെന്നും അവർ പറയുമ്പോൾ കോഡിസെപ്സിന് മനുഷ്യ ശരീരത്തിൽ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്ന് രത്ന പറയുമ്പോൾ പട്ടാളക്കാർ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവരെ ലാബിലേക്ക് കയറ്റുകയും ശേഷം അതീവ സുരക്ഷയോടെ രത്ന ബോഡി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാലിലാണ് ഉള്ളതെന്ന് പട്ടാളക്കാർ പറയുകയും അതോടെ കാലിൽ നോക്കുമ്പോൾ ഒരു കടിച്ച പാട് കാണുകയും അതോടെ രത്ന അവിടെ മുറിച്ചു നോക്കുമ്പോൾ മുഴുവൻ ഫംഗസ് പടർന്നിരിക്കുകയാണെന്ന് മനസ്സിലാവുകയും അതോടെ ഇതെന്ത് കടിച്ചതാണെന്ന് രത്ന ചോദിക്കുമ്പോൾ അതൊരു മനുഷ്യന് കടിച്ചതാണെന്ന് പട്ടാളക്കാർ പറയുകയും അതോടെ കൂടുതൽ പരിശോധിക്കാൻ വേണ്ടി വായിൽ കൈയിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊണ്ടയിൽ നിന്ന് ഫംഗസ് പൊങ്ങി വരികയും അതോടെ രത്ന പേടിച്ച് വെപ്രാളത്തിൽ പുറത്തേക്ക് പോകുന്നു. ശേഷം പട്ടാളക്കാരോട് ഇതെപ്പോഴാണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ 30 മണിക്കൂർ മുന്നെയാണ് ഇത് കണ്ടുപിടിച്ചത്. പിന്നെ ഇത് ആദ്യമായി കണ്ടുപിടിക്കുന്നത് മൈദ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ നിന്നാണ്. അവിടെയുള്ള ഒരു സ്ത്രീ പെട്ടെന്ന് വയലന്റായി മറ്റ് 4 പേരെ കടിച്ചു. അതോടെ കൂടെയുള്ളവർ വയലന്റായ സ്ത്രീയെ ബാത്റൂമിലിട്ട് പൂട്ടിക്കളഞ്ഞു. ശേഷം അവർ പോലീസിനെ വിളിച്ച് പോലീസ് സ്ഥലത്തെത്തി നോക്കുകയും എന്നാൽ ഇതിനിടെ പോലീസിനെ അവർ ആക്രമിക്കാൻ നോക്കിയതും പോലീസ് അവരെ വെടിവെച്ച് കൊന്നു. അങ്ങനെയാണ് ഈ ബോഡി ഇവിടെ എത്തിയതെന്ന് പട്ടാളക്കാരൻ പറയുന്നു. അതോടെ കടികിട്ടിയ 4 പേർ ഇപ്പോ എങ്ങനെയുണ്ടെന്ന് രത്ന ചോദിക്കുമ്പോൾ അവർ കടികിട്ടിയ ശേഷം പരിശോധനയിലായിരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞതും അവരും അക്രമകാരികളായി. അതോടെ അവരെയും കൊല്ലേണ്ടി വന്നു എന്ന് പട്ടാളക്കാരൻ പറയുകയും അതോടെ ആദ്യം കടിച്ച സ്ത്രീയെ ആരാ കടിച്ചതെന്ന് രത്ന ചോദിക്കുമ്പോൾ അത് ആരാണെന്ന് അറിയില്ല എന്ന് പട്ടാളക്കാരൻ പറയുകയും അതോടെ അവരിപ്പോഴും പുറത്തുണ്ടല്ലേ എന്ന് പറഞ്ഞ് അവർ വല്ലാതെ പേടിച്ച് കൈയൊക്കെ വിറക്കാൻ തുടങ്ങുകയും അതോടെ പട്ടാളക്കാരൻ ഇതിനൊരു വാക്സിൻ നിങ്ങൾ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ ഇതിനെ പറ്റിയാണ് പഠിച്ചത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന് ഒരു വാക്സിൻ ഇല്ല, ഒരു മരുന്നുമില്ല എന്ന് അവർ സങ്കടത്തോടെ പറയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്ന് പട്ടാളക്കാരൻ പേടിയോടെ ചോദിക്കുമ്പോൾ ഇതിനൊരേ ഒരു വഴി ബോംബാണ്, സിറ്റി മുഴുവനും ബോംബിടണം എന്നെ ഉൾപ്പെടെ എന്ന് രത്ന കരഞ്ഞുകൊണ്ട് പറയുകയും ശേഷം എന്നെ ഒന്ന് വീട്ടിലേക്കാക്കാമോ എന്ന് രത്ന ചോദിക്കുകയും മരിക്കുന്നത് വരെയെങ്കിലും കുടുംബത്തോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാണെന്ന് അവർ പറയുമ്പോൾ പട്ടാളക്കാർ അതിന് സമ്മതിക്കുന്നു. ശേഷം കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിന്റെ ബാക്കിയാണ്. വർഷം 2023. അങ്ങനെ അവർ പുറത്തേക്ക് രക്ഷപ്പെട്ട് എല്ലി രാവിലെ എണീക്കുമ്പോൾ കാണുന്നത് ജോയൽ അവളെ നോക്കി തോക്കും പിടിച്ച് ഇരിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസം പട്ടാളക്കാരൻ ചെക്ക് ചെയ്തപ്പോൾ അവൾ ഇൻഫെക്റ്റഡ് ആയിരുന്നു. അതോടെ അവൾ അനങ്ങാൻ നോക്കിയതും ജോയൽ അവൾക്ക് നേരെ തോക്ക് നീട്ടിപ്പിടിക്കുന്നതോടെ എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് അവൾ കൈ കാണിച്ചു കൊടുക്കുകയും അതോടെ അത് കണ്ടതും മെർലിൻ എന്താണ് നിനക്ക് ഇൻഫെക്റ്റഡ് ആയിട്ടും കൊല്ലാതെ വിട്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കടി കൊണ്ടാൽ രോഗം പടരില്ല, കാരണം എന്റെ ബോഡിക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്, അതാണ് എന്നെ അവർ അവരുടെ ഫയർഫ്ലൈസിന്റെ സ്ഥലത്ത് എത്തിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവൾ മൂത്രമൊഴിക്കാൻ കുറച്ചങ്ങോട്ട് മാറിപ്പോയതും എനിക്ക് തോന്നുന്നത് അവൾക്ക് രോഗം വരില്ലെന്നാണെന്ന് ടെസ് പറയുമ്പോൾ ഉറപ്പായും വരും, ഇപ്പോഴല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞ് അവൾക്കും രോഗം എന്തായാലും പടരുമെന്ന് ജോയൽ പറയുകയും നമുക്ക് തിരിച്ചുപോയി ഒരു ബാറ്ററിയും സംഘടിപ്പിച്ച് വണ്ടി ശരിയാക്കി ടോമിയെ തപ്പിപ്പോയാലോ എന്ന് ജോയൽ പറയുമ്പോൾ ടെസ് വേണ്ട എന്ന് പറയുകയും അവൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല, അവളെ സേഫായി അവിടെ എത്തിച്ച നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് കിട്ടുമെന്ന് ടെസ് പറയുമ്പോൾ ജോയൽ അടങ്ങുന്നു. എന്നാൽ ഇതിനിടെ എല്ലി അങ്ങോട്ടേക്ക് വരികയും അവിടെ ഇരിക്കുകയും ചെയ്യുമ്പോൾ നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞ് അവർ ഉണക്കിയ ഇറച്ചി എടുത്ത് കഴിക്കുകയും ഇതിനിടെ എനിക്ക് വേണ്ടതൊക്കെ മെർലിൻ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൾ നല്ല ചിക്കൻ ബർഗർ എടുത്ത് കഴിക്കുകയും അതോടെ അത് കണ്ട് അവർ കൊതിയോടെ ഇരിക്കുകയും ചെയ്യുന്നു. ശേഷം ടെസ് മെർലിൻ നിന്റെ ആരാ, നിന്നെ എന്തിനാണ് മെർലിന് ഇത്ര കാര്യമെന്ന് ടെസ് ചോദിക്കുകയും എന്നോട് കള്ളം പറയരുത്, കള്ളം പറഞ്ഞാൽ നിന്നെ തിരിച്ചു കൊണ്ടാക്കും, അതുകൊണ്ട് പറ എന്ന് ടെസ് പറയുമ്പോൾ എന്നെ തിരിച്ചു കൊണ്ടാക്കിയാൽ നിങ്ങൾക്ക് ബാറ്ററി കിട്ടില്ല എന്ന് എല്ലി പറയുകയും അതോടെ നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വെടിവെച്ച് കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് അവളെ പേടിപ്പിക്കുകയും ഇതിനിടെ അവൾ പറയാൻ തുടങ്ങുകയും ചെയ്യുന്നു. വെസ്റ്റിൽ ഒരു ഫയർഫ്ലൈസ് ക്യാമ്പ് ഉണ്ട്, അതും ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ഒരു ക്യാമ്പ്, അതുകൊണ്ട് എനിക്ക് രോഗം പടരാത്തത് കൊണ്ട് എന്നെ വെച്ച് വാക്സിൻ ഉണ്ടാക്കാനാണ് അവരുടെ തീരുമാനം, അതുകൊണ്ടാണ് എന്നെ ഇത്ര നന്നായി നോക്കിയതെന്നൊക്കെ അവൾ പറയുമ്പോൾ വാക്സിനും കോപ്പും ഒക്കെ ഒരുപാട് നമ്മളും കേട്ടതാണ്, അതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല, കാരണം രാജ്യത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ഉൾപ്പെടെ നോക്കിയിട്ട് പറ്റിയിട്ടില്ല എന്നൊക്കെ ജോയൽ പറയുമ്പോൾ പോടാ കോപ്പ എന്ന് എല്ലി അവനെ വിളിക്കുകയും അതോടെ
ജോയൽ ഉടനെ നമുക്ക് ബോസ്റ്റണിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ ടെസ് അവനെ ആശ്വസിപ്പിക്കുകയും അവൾ എന്തോ ആയിക്കോട്ടെ, നമുക്ക് വണ്ടിയും കിട്ടും ബാറ്ററിയും കിട്ടും അതുപോലെ എന്ന് ടെസ് പറയുകയും ഇതോടെ മുന്നോട്ട് തന്നെ പോവാൻ ജോയൽ തീരുമാനിക്കുമ്പോൾ എല്ലി സോംബിയായി അഭിനയിക്കുകയും ഇതിനിടെ ദേഷ്യത്തോടെ അത് നിർത്താൻ ടെസ് പറയുന്നതോടെ അവൾ അത് നിർത്തുകയും ചെയ്യുന്നു. അതോടെ അവർ പോവാൻ റെഡിയാവുകയും ശേഷം അവർ പതിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയും അവിടെ നിന്ന് പോവാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ പട്ടാളക്കാർ മുന്നേ സിറ്റി മുഴുവൻ ബോംബിട്ട് പൊട്ടിച്ചത് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതോടെ അവർ അതൊക്കെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ഇതിനിടെ അവർ നോക്കുമ്പോൾ എല്ലിയെ എത്തിക്കാനുള്ള സ്റ്റേറ്റ് ഹൗസിലേക്കുള്ള വഴി ബിൽഡിംഗ് വീണതുകൊണ്ട് അടഞ്ഞിരിക്കുകയാണ്. അതോടെ നമ്മൾ കുറുക്കു വഴി എടുത്തു പോകണോ അതോ നേരെ തന്നെ പോകണോ എന്ന് ജോയൽ ചോദിക്കുമ്പോൾ നേരെ പോയാൽ മരണം ഉറപ്പാണ് എന്നൊക്കെ ടെസ് പറയുകയും അതോടെ അവർ ചുറ്റിപ്പോവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അതോടെ അവർ നടന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സോംബീസ് ഒക്കെ എവിടെയെന്ന് എല്ലി ചോദിക്കുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ കണ്ടോളുമെന്ന് ടെസ് പറയുകയും നിനക്കെത്ര വയസ്സായി എന്ന് ടെസ് ചോദിക്കുമ്പോൾ എനിക്ക് 14 വയസ്സായി എന്ന് അവൾ പറയുകയും അതോടെ നിനക്ക് അമ്മയും അച്ഛനും ഒന്നും ഇല്ലേ എന്ന് ടെസ് ചോദിക്കുമ്പോൾ ഞാനൊരു ഓർഫനാണെന്ന് അവൾ പറയുകയും എന്നാൽ ഇതിനിടെ എല്ലാവരും പറയും പുറത്ത് മുഴുവൻ സോംബീസ് ആണെന്ന്, എന്നിട്ട് ഒരെണ്ണത്തെ പോലും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല എന്ന് അവൾ പറയുമ്പോൾ അതൊക്കെ ചുമ്മാ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്ന കഥയാണെന്ന് പറഞ്ഞ് ടെസ് അവളെ പറഞ്ഞു പറ്റിക്കുമ്പോൾ ദൂരെ നിന്ന് സോംബിയുടെ അലർച്ച കേൾക്കുകയും അതോടെ എല്ലി പേടിച്ചു പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ ജോയൽ വേഗം മുന്നോട്ട് നടക്കാൻ പറയുകയും അതോടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. ശേഷം അവർ ഒരു ഹോട്ടലിലേക്ക് കയറുകയും ശേഷം ജോയൽ അവിടെയുള്ള വെള്ളം കടന്ന് പോവാൻ നോക്കുമ്പോൾ എനിക്ക് നീന്തൽ അറിയില്ല എന്ന് എല്ലി പറയുകയും ഇതിനിടെ നോക്കടി മണ്ടിപ്പെണ്ണ എന്ന് പറഞ്ഞ് അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി കാണിച്ചു കൊടുക്കുകയും അതോടെ അവൾ അത് കണ്ടതും വെള്ളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ശേഷം അവൾ ജീവിതത്തിൽ ആദ്യമായി വെള്ളത്തിലിറങ്ങിയ സന്തോഷത്തോടെ അവിടേക്ക് പോയി നോക്കുകയും ഇതിനിടെ അവിടെയുള്ള ഒരു അലമാറ മാറ്റുന്നതോടെ ഒരു ചത്ത മനുഷ്യനെ കണ്ട് അവൾ പേടിച്ചു പോവുകയും ഇതിനിടെ ജോയൽ അങ്ങോട്ട് വന്ന് അവളെ എണീപ്പിച്ച് അവിടെ നിന്നും മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നു. ശേഷം അവർ ഹോട്ടലിന്റെ പുറത്തെത്തിയതും അവിടെ ഡോറൊക്കെ ബിൽഡിംഗ് വീണ് പൊടിഞ്ഞതുകൊണ്ട് അടഞ്ഞു പോയിരിക്കുകയാണ്. അതോടെ അവർ അടുത്തുള്ള ഡോറൊക്കെ തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അതോടെ ടെസ് ഇതിന്റെയൊക്കെ ഇടയിലൂടെ കയറിപ്പോയി ആരെങ്കിലും ഡോറ് തുറക്കണമെന്ന് പറയുമ്പോൾ ചെറിയ ആളായാൽ പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് എല്ലി മുന്നോട്ട് വരുമ്പോൾ നീ പോയാൽ എന്തായാലും മരിക്കും, നീ മരിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് വണ്ടിയും ബാറ്ററിയും കിട്ടില്ല, അതുകൊണ്ട് ഞാൻ കയറാമെന്ന് പറഞ്ഞ് ജോയലിന്റെ സഹായത്തോടെ ടെസ് മുകളിലേക്ക് കയറുകയും ശേഷം അവൾ അതിന്റെ ഇടയിലൂടെയൊക്കെ നിരങ്ങി പോവുകയും ചെയ്യുന്നു. ശേഷം അവർ അവളെയും കാത്ത് അവിടെ ഇരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ എല്ലി കത്തി കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കത്തി എന്ന് ജോയൽ പറയുകയും അതോടെ അവൾ ഒന്നും കേൾക്കാതെ വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ എവിടെ നിന്നാ ഈ ചാടി പിടിക്കുന്നത് പഠിച്ചതെന്ന് ജോയൽ വീണ്ടും ചോദിക്കുമ്പോൾ സർക്കസിൽ പോയി പഠിച്ചതാണെന്ന് അവൾ തർക്കുത്തരം പറയുന്നു. ശേഷം അവൾ നിന്റെ സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ജോയൽ അതൊക്കെ പറഞ്ഞു കൊടുക്കുകയും അതോടെ അവൾ കൂടുതൽ ചോദ്യം ചോദിക്കുമ്പോൾ എന്നെ പറ്റി ഒന്നും ചോദിക്കരുതെന്ന് ജോയൽ പറയുകയും അതോടെ അവൾ സോംബീസ് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്കൂളിൽ പോയാണ് ജീവിക്കുന്നത് എന്ന് ജോയൽ പറയുകയും അതോടെ അവൾ നല്ല കോമഡി എന്നും പറയുമ്പോൾ സോംബീസിൽ ചിലത് 2-3 മാസമാണ് ജീവിക്കുന്നത്, പക്ഷെ ചില സോംബീസ് 20 കൊല്ലമായിട്ടും ജീവനോടെ ഉണ്ടെന്ന് ജോയൽ പറയുകയും അതോടെ നിങ്ങൾ സോംബീസിനെ കൊന്നിട്ടുണ്ടോ എന്ന് എല്ലി ചോദിക്കുമ്പോൾ ഒരുപാട് എണ്ണത്തിനെ കൊന്നിട്ടുണ്ടെന്ന് ജോയൽ പറയുകയും ഇതിനിടെ അവൾ സോംബീസിനെ കൊല്ലുമ്പോൾ നമുക്ക് എന്തോ പോലെ ആവില്ലേ, അവരും ആദ്യം മനുഷ്യരല്ലേ എന്നൊക്കെ എല്ലി ചോദിക്കുമ്പോൾ ചിലപ്പോൾ സങ്കടമാവുമെന്നൊക്കെ ജോയൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ നിങ്ങൾ മനുഷ്യനായ പട്ടാളക്കാരനെ കൊന്നതിൽ സങ്കടമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും പുറത്ത് ടെസ് എത്തുകയും അവൾ വാതിൽ തുറക്കുകയും ചെയ്യുന്നു. ഈ സമയം ടെസ്സിന്റെ മുഖം വല്ലാതെയാണ് ഇരിക്കുന്നത്. ശേഷം അവർ പുറത്തേക്കിറങ്ങി ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരുപാട് സോംബീസ് കിടന്നതായി കാണുകയും ഇതിനിടെ കുറച്ച് സോംബിയുടെ മേലെ വെയിൽ തട്ടിയതും ബാക്കിയുള്ള സോംബീസിനൂടെ അത് അനുഭവപ്പെടുന്നത് കണ്ട് അവർ പരസ്പരം കണക്റ്റഡ് ആണല്ലോ എന്നൊക്കെ എല്ലി പറയുമ്പോൾ അതേ എന്ന് ടെസ് പറയുകയും ഫംഗസ് ഭൂമിക്കടിയിലൂടെയും വേര് പോലെ പടരുന്നുണ്ട്, എന്നിട്ടത് വേര് പോലെ മുകളിലും കാണാൻ പറ്റും, അതിലെങ്ങാനും നമ്മൾ ചവിട്ടിയാൽ എല്ലാ സോംബീസും അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ശേഷം നമ്മളെങ്ങനെ പോകുമെന്ന് എല്ലി ചോദിക്കുമ്പോൾ മ്യൂസിയത്തിലൂടെ എന്ന് ജോയൽ പറയുകയും ഇതോടെ അവർ അങ്ങോട്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ ഫംഗസ് വളർന്ന വേര് കണ്ട് ജോയൽ അത് പരിശോധിക്കുകയും ഇതിനിടെ അത് ഉണങ്ങിപ്പോയതാണെന്ന് ജോയൽ പറയുകയും ചെയ്യുന്നു. ശേഷം അവർ ഗണ്ണൊക്കെ എടുത്ത് അതിന്റെ ഉള്ളിലൂടെ പോവാൻ റെഡിയാവുകയും അതിന്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യുന്നു. ഇപ്പോൾ അവർ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ പതുക്കെയാണ്. അങ്ങനെ അവർ മുന്നോട്ട് പോവുകയും ഇതിനിടെ എല്ലി മരിച്ച ഒരു ബോഡി കാണുകയും ഇതിപ്പോ മരിച്ചതാണല്ലോ എന്നൊക്കെ എല്ലി പറയുകയും ആരായിരിക്കും കൊന്നത് എന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് സോംബി ആക്രമിച്ചതാണെങ്കിൽ ഇവൻ ഡോറ് തുറന്ന് നിരങ്ങിയായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നത്, അപ്പോ ഇവിടെ എവിടെയെങ്കിലും സോംബി ഉണ്ടാവുമെന്ന് ടെസ് പറയുമ്പോൾ ഇനി ഒരു ഒച്ചയും എടുക്കരുതെന്ന് ജോയൽ പറയുകയും അതോടെ അവർ ഒച്ചയുണ്ടാക്കാതെ കോണി കയറുകയാണ്. എന്നാൽ ഇതിനിടെ മുകളിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുകയും അതോടെ അവർ ഒന്ന് നിന്നതിന് ശേഷം വീണ്ടും കയറാൻ തുടങ്ങുകയും ഇതിനിടെ ഉണങ്ങിയ ഡെഡ് ബോഡിക്കിടയിലൂടെ കയറുമ്പോൾ എല്ലി ഒരു ബോഡി ചവിട്ടി പോവുകയും അതോടെ സൗണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. പക്ഷേ ഭാഗ്യത്തിന് സോംബി ഒന്നും അങ്ങോട്ടേക്ക് വരുന്നില്ല. അതോടെ അവർ കയറി മുകളിലേക്ക് എത്തുകയും ഇതിനിടെ അവർ ഉള്ളിലേക്ക് കയറുന്നതോടെ പുറം പൊളിഞ്ഞു വീഴുകയും അഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ശേഷം അവർ മുന്നോട്ട് പോയാൻ നിൽക്കുമ്പോൾ അടുത്ത് നിന്ന് സോംബിയുടെ സൗണ്ട് കേൾക്കുകയും അതോടെ അവർ അങ്ങോട്ടേക്ക് തോക്കി പിടിച്ച് നിൽക്കുകയും ഇതിനിടെ ആ സോംബി അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ നിന്നും ഒരു സോംബിയുടെ സൗണ്ട് കേൾക്കുകയും അതോടെ അവർ അവിടെ ഒളിച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇതിനിടെ ജോയൽ അവർക്ക് കാണാൻ പറ്റില്ല, പക്ഷെ കേൾക്കാൻ പറ്റുമെന്ന് ആംഗ്യ ഭാഷയിൽ പറയുന്നുണ്ട്. അതോടെ ഇതൊക്കെ കണ്ട് എല്ലി പേടിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ സോംബി അവരുടെ അടുത്തേക്ക് എത്തുകയും ശേഷം സോംബി അലറുന്നതോടെ എല്ലി പേടിച്ച് അലറുകയും അതോടെ
സോംബി കടിക്കാൻ വരുമ്പോൾ ജോയൽ അതിനെ വെടിവെക്കുകയും ഇതിനിടെ സോംബി തോക്കിൽ കയറി പിടിക്കുന്നതോടെ ജോയലിന് വെടിവെക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇതിനിടെ സൈഡിൽ നിന്നും സോംബി വരുമ്പോൾ ടെസ് അതിനെ അവളെ നേർക്ക് കൊണ്ടുവരികയും ഇതിനിടെ എല്ലിയും കൂട്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലി വീഴുകയും അതോടെ എല്ലി മാറി ഒളിക്കുമ്പോൾ ടെസ്സിന് നേരെ സോംബി പോകുന്നു. ഇതേസമയം ജോയൽ ആണെങ്കിൽ വേറെ റൂമിലേക്ക് ഓടിപ്പോവുകയും അവിടെ ഒളിക്കുകയും ചെയ്യുന്നു. അതോടെ സോംബി അവനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ഗൺ റീലോഡ് ചെയ്യുകയും ശേഷം നോക്കുമ്പോൾ സോംബി അവന്റെ അടുത്തുള്ളതായി കാണുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ സോംബി അവിടെ നിന്ന് മാറി എങ്ങോട്ടോ പോവുകയും അതോടെ അവൻ നോക്കുമ്പോൾ അത് എല്ലിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അതോടെ ജോയൽ എല്ലിയുടെ അടുത്തേക്ക് എത്തുകയും ഇതിനിടെ ജോയൽ അവളോട് സോംബിയിൽ നിന്ന് വിട്ടുപോവാൻ കൂടെ വരാൻ പറയുകയും ഇതിനിടെ അവർ വേറെ റൂമിലേക്ക് പോകാൻ നോക്കുമ്പോൾ അവിടെ കിടന്ന കുപ്പിച്ചില്ലിൽ ജോയൽ ചവിട്ടുകയും അത് കേട്ട സോംബി അവരുടെ നേർക്ക് ചാടി വീണ് കടിക്കാൻ നോക്കുമ്പോൾ ജോയൽ നെഞ്ചത്തിട്ട് വെടിപൊട്ടിക്കുകയും ഇതിനിടെ വീണ്ടും സോംബി അവരുടെ നേർക്ക് വരുമ്പോൾ ജോയൽ തലക്കിട്ട് വെടിവെക്കുകയും അതോടെ അത് ചാവുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ വേറെ സോംബി അവരുടെ നേർക്ക് ഓടി വരുമ്പോൾ ടെസ് കോടാലി എടുത്ത് തലക്കിട്ട് വെട്ടുകയും ഇതിനിടെ അത് വീണ്ടും അവർക്ക് നേരെ വരുമ്പോൾ വേറൊരു ഗണ്ണെടുത്ത് ജോയൽ അതിനെ തലക്കിട്ട് പൊട്ടിക്കുകയും അതോടെ അതും ചത്തുപോവുകയും ചെയ്യുന്നു. അതോടെ അവർ ആശ്വാസത്തോടെ നിൽക്കുകയാണ്. എന്നാൽ ഇതിനിടെ ജോയൽ ടെസ്സിന്റെ അടുത്ത് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുകയും അതോടെ അവൾ ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ അവർ നോക്കുമ്പോൾ എല്ലിക്ക് വീണ്ടും ചെറിയൊരു കടിയേറ്റിരിക്കുകയാണ്. അതോടെ അവർ ജനലിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയും ഇതിനിടെ ടെസ്സിന്റെ കാല് ഉളുക്കിയത് കൊണ്ട് അവിടെ ഇരിക്കുകയും ഇതിനിടെ എല്ലി അവിടേക്ക് ചുറ്റി കാണുമ്പോൾ അവർ കാലിൽ പ്ലാസ്റ്ററൊക്കെ ചുറ്റുകയും അത് ശരിയാവുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ ഒരു കടിയേറ്റ് അവൾക്കൊന്നും പറ്റിയിട്ടില്ല. ഇനി ഇതിലെന്തായാലും രോഗം ബാധിക്കുമെന്ന് ജോയൽ പറയുമ്പോൾ അവൾക്ക് ഒന്നും പറ്റില്ല. നീ കണ്ടതല്ലേ ജോയൽ, വലിയ കടിയേറ്റിട്ട് അവൾക്ക് ഒന്നും പറ്റിയിട്ടില്ല. അപ്പോ ഇതും ഒന്നും സംഭവിക്കില്ല എന്ന് ടെസ് പറയുകയും അവളെ നോക്ക് എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുകയും ചെയ്യുന്നു. അതോടെ അവർ രണ്ടുപേരും ടെസ്സിനെ കാത്തു നിൽക്കുകയും ഇതിനിടെ ടെസ് വരുന്നതോടെ അവർ മൂന്നുപേരും നടന്നു പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ നടന്ന് മെർലിൻ പറഞ്ഞ സ്റ്റേറ്റ് ഹൗസിൽ എത്തിയിരിക്കുകയാണ്. അവരൊളിച്ച് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ആരെയും കാണുന്നില്ല. അതോടെ ജോയൽ അവിടെയുള്ള വണ്ടിയൊക്കെ പരിശോധിക്കുന്നുണ്ടെങ്കിലും അവിടെയും ആരുമില്ല. അതോടെ ടെസ് ഒന്നും ചിന്തിക്കാതെ അവളെയും കൂട്ടി ഉള്ളിലേക്ക് കയറുകയും ശേഷം അവിടെയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെയുള്ള ഫയർഫ്ലൈസ് ഒക്കെ മരിച്ചു കിടക്കുന്നതായി കാണുകയും ഇതിനിടെ ടെസ് റേഡിയോ മറ്റോ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫെഡ്രോ പട്ടാളം കൊന്നതായിരിക്കുമോ ഇവരെ എന്നൊക്കെ എല്ലി ചോദിക്കുകയും അതോടെ ജോയൽ പരിശോധിച്ച് അല്ല എന്ന് പറയുകയും ഇവരിൽ തന്നെ ഒരുത്തൻ ഇൻഫെക്റ്റഡ് ആയിട്ട് എല്ലാവരെയും കടിച്ചു. അതോടെ എല്ലാവരും പരസ്പരം വെടിവെച്ചൊക്കെ മരിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ ടെസ് ഞങ്ങൾ നിന്നെ ഇവിടെ എത്തിച്ച നിന്നെ അവർ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞതെന്ന് ടെസ് ചോദിക്കുമ്പോൾ വെസ്റ്റിലെ ഒരു ക്യാമ്പിലേക്കാണെന്ന് എല്ലി പറയുകയും അതോടെ ഇവരുടെ കയ്യിൽ അങ്ങോട്ടേക്ക് പോകാനുള്ള മാപ്പ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് ടെസ് തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് ജോയൽ പറയുകയും നമുക്ക് തിരിച്ചു പോകാമെന്നും പറയുമ്പോൾ ടെസ് ദേഷ്യപ്പെട്ട് ഇല്ല എന്ന് പറയുകയും എനിക്ക് നേരത്തെ ഫൈറ്റിൽ രോഗം ബാധിച്ചു എന്ന് പറഞ്ഞ് അവൾ കടിയിട്ടിയ ഭാഗം കാണിച്ചു കൊടുക്കുകയും ശേഷം അവളുടെ കൈ നോക്ക് എന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുകയും ഇവൾക്ക് എല്ലാം ഉണങ്ങിപ്പോകുന്നുണ്ട് എന്ന് പറയുകയും ശേഷം ടെസ് നീ ഇവളെ ബില്ലിന്റെയും ഫ്രാങ്കിലിന്റെയും അടുത്തേക്ക് കൊണ്ടുപോകണം, എന്നാ പിന്നെ അവര് ഇവളെ വെസ്റ്റിലേക്ക് എത്തിച്ചോളും എന്ന് ടെസ് പറയുമ്പോൾ അവരൊന്നും ഇത് വിശ്വസിക്കില്ല എന്ന് ജോയൽ പറയുമ്പോൾ അവരെ നീ വിശ്വസിപ്പിക്കണമെന്ന് ടെസ് പറയുകയും ഞാൻ അവസാനമായിട്ട് പറയുന്ന കാര്യമില്ലേ എന്ന് പറഞ്ഞ് അവനെ സമ്മതിപ്പിക്കുകയും അവളെ നന്നായി നോക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്നൊരുത്തൻ സോംബിയായി എണീക്കുകയും അതോടെ ജോയൽ അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ ജോയൽ നോക്കുമ്പോൾ അവിടെയുള്ള ഫംഗസ് വേരുകൾ ചത്തുപോയ സോംബിയുടെ സ്ഥലം മനസ്സിലാക്കുകയും ശേഷം ബാക്കിയുള്ള സോംബികളെ അറിയിക്കുകയും ചെയ്യുന്നു. അതോടെ എല്ലാ സോംബികളും അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ ടെസ് അവിടെ ഡീസൽ കാനും കുറെ ബോംബുകളൊക്കെ കാണുകയും അതോടെ അവൾ ഡീസൽ അവിടെ മറിച്ച് ബോംബുകളൊക്കെ നിലത്തേക്കിടുകയും ചെയ്യുമ്പോൾ ജോയൽ ഇതൊക്കെ കണ്ട് സങ്കടപ്പെടുമ്പോൾ അവളെ നീ രക്ഷിക്കണമെന്ന് പറയുകയും അതോടെ അവളെയും കൂട്ടി ജോയൽ ഓടുമ്പോൾ ടെസ്സിനെയും കൂടി നമുക്ക് കൂട്ടാമെന്ന് പറഞ്ഞ് എല്ലി സങ്കടപ്പെട്ട് കരയുന്നുണ്ടെങ്കിലും ജോയൽ അതൊന്നും കേൾക്കാതെ അവളെയും കൂട്ടി പുറത്തേക്ക് പോകുന്നു. എന്നാൽ ഇതേ സമയമാണെങ്കിൽ സോംബികളൊക്കെ ടെസ്സിന്റെ അടുത്തേക്ക് എത്തുകയും അതോടെ അവൾ ലൈറ്റർ കത്തിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത് കത്തുന്നില്ല. അതോടെ അടുത്തുള്ള സോംബി അവളുടെ നേർക്ക് വരികയും അവളുടെ വായിലേക്ക് ഫംഗസ് കയറ്റി വിടുമ്പോൾ ടെസ് എങ്ങനെയൊക്കെയോ ലൈറ്റർ കത്തിക്കുകയും നിലത്തേക്ക് ഇടുകയും ചെയ്യുന്നു. അതോടെ പുറത്തുനിന്ന് ജോയലും എല്ലിയും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് കാണുകയും അതോടെ സങ്കടത്തോടെ നോക്കി നിന്നതിന് ശേഷം അവർ അവിടെ നിന്നും നടന്നു പോകുന്നു. ഇവിടെ വെച്ച് രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ എപ്പിസോഡുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ആർ എൻ.